ഫ്രണ്ട്സ്, എല്ലാവർക്കും കളിച്ചിരി നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പ്രോഗ്രാംസും പുതിയൊരു ഗെയിമും സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു കളിച്ചിരി നേരം. നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് സ്ട്രോക്സ് ആണ്. ഇന്നും ജിതേഷ് ചേട്ടൻ ഒത്തിരി വെറൈറ്റി പിക്ചേഴ്സുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കണ്ട് വരച്ച് പഠിക്കാൻ റെഡി ആയിക്കോളൂ. സ്ട്രോക്സ്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല യഥാർത്ഥ സ്വപ്നം, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണെന്ന് ഒരു മഹാനായ ഒരു വ്യക്തി പറഞ്ഞു. അദ്ദേഹം പുതിയ തലമുറയോട് പറഞ്ഞു, ഡ്രീം 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 ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് നമ്മളോട് പറഞ്ഞത് APJ അബ്ദുൽ കലാം എന്ന എയറോനോട്ടിക്കൽ എഞ്ചിനീയറായ മുൻ രാഷ്ട്രപതിയാണ്. അബ്ദുൽ കലാമിന് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം പൂവണിഞ്ഞപ്പോൾ അത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് തന്നെ പ്രയോജനപ്പെട്ടു. വരയ്ക്കാൻ നല്ല എളുപ്പമാണ് അബ്ദുൽ കലാമിനെ. ജനിച്ചത് വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലാണ്. തീരെ ചെറിയ വരുമാനം. പക്ഷേ ആ വരുമാനത്തിൽ നിന്ന് പോലും കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്ത്യയുടെ മഹാനായ പുത്രനായി അബ്ദുൽ കലാം മാറി. വേഗത്തിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഹെയർ സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെയുള്ള പ്രത്യേകമായ ഹെയർ സ്റ്റൈൽ. എപ്പോഴും നമ്മൾ ആ ഹൈലൈറ്റ് ആയിട്ട് നോക്കേണ്ടത് മുടി വരയ്ക്കാനായിട്ടാണ്. മുടി ശരിയായാൽ അബ്ദുൽ കലാമിനെ വരച്ചത് പകുതി ശരിയാവും. വിങ്സ് ഓഫ് ഫയർ, അഗ്നിച്ചിറകുകൾ, അദ്ദേഹം എഴുതിയ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പുസ്തകമാണ്. അതുപോലെ തന്നെ ഇഗ്നൈറ്റഡ് മൈൻഡ്സ്, ജ്വലിക്കുന്ന മനസ്സുകൾ, അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ കൃതിയാണ്. 1931 ഒക്ടോബർ മാസം 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്താണ് അബ്ദുൽ കലാമിൻ്റെ ജന്മം. മുഴുവൻ പേര് ഔൽ പക്കീർ ജനാലുദ്ദീൻ അബ്ദുൽ കലാം. ഇത് അദ്ദേഹത്തിൻ്റെ ഒരാളെ വരയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതി വരെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ചുരുക്കി പറഞ്ഞാൽ മുടി തൊട്ട് അടി വരെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ നന്നായി കാരിക്കേച്ചർ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നല്ല ഉൾക്കാഴ്ചയുള്ള രാഷ്ട്രപതിയായിരുന്നു അബ്ദുൽ കലാം. ഇതുപോലെയുള്ള ഭരണകർത്താക്കൾ നമുക്കുണ്ടാകട്ടെ. പല മഹാന്മാരായ വ്യക്തികളെയും റാ എന്ന മലയാള അക്ഷരത്തിൽ നിന്ന് വരച്ചു തുടങ്ങാം. കുഞ്ഞുണ്ണി മാഷിനെയും റായിൽ നിന്ന് തന്നെ നമുക്ക് വരയ്ക്കാം. ഇങ്ങനെ ഒരു റാ എഴുതി. ഈ റായിൽ നിന്നും ആയിട്ടായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി തിന്നു കഴിഞ്ഞാൽ കഷ്ടായി എന്നെഴുതിയ കുഞ്ഞുണ്ണി മാഷ്. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കമെന്ന് എഴുതിയ കുഞ്ഞുണ്ണി മാഷ്. നമ്മളെപ്പോഴും വരയ്ക്കുമ്പം നല്ല ഫ്ലോയിൽ വരയ്ക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നല്ല കാരിക്കേച്ചർ കിട്ടുകയുള്ളൂ. നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇല്ലാതെ വരച്ചാൽ നല്ല കാരിക്കേച്ചർ ഒരിക്കലും ഉണ്ടാവില്ല. താടി വരയ്ക്കാനായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുക, അവിടെ ഇങ്ങനെ കുത്തുകൾ ഇടുക. പരീക്ഷ വിജയിക്കാനും മറ്റും കുഞ്ഞുണ്ണി മാഷിൻ്റെ സൂത്രവിദ്യകളുണ്ട്. അങ്ങനെ ഒരു പുസ്തകവും കുഞ്ഞുണ്ണി മാഷ് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരെല്ലാം നന്നായി ചിത്രം വരയ്ക്കണമെന്ന് കുഞ്ഞുണ്ണി മാഷ് പല പുസ്തകത്തിലും ഉപദേശിക്കുന്നുമുണ്ട്.
അതുപോലെ കാരിക്കേച്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന പോലെ ശരീരം ചെറുതാക്കി വരച്ചാൽ കുറെ കൂടി ആകർഷണീയമാവും. നമുക്ക് വേണമെങ്കിൽ കുഞ്ഞുണ്ണി മാഷിനെ ഒരു കൊച്ചു കുട്ടിയായിട്ട് തന്നെ വരയ്ക്കാം. ഒരു കയ്യിലൊരു സ്ലേറ്റൊക്കെ വെച്ച് എന്നും കുട്ടിയായിരിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കുട്ടിത്തം ഉള്ള കുഞ്ഞുണ്ണി മാഷിനെ വരയ്ക്കാം. കുഞ്ഞുണ്ണി മാഷിൻ്റെ ആഗ്രഹവും നിഷ്കളങ്കമായ ഒരു കുട്ടിയെപ്പോലെ നിഷ്കളങ്കതയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അന്യർക്ക് ഗുണമുണ്ടാകുന്ന പ്രവൃത്തികൾ ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്ന് കുഞ്ഞുണ്ണി മാഷ് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ നമുക്ക് സന്ദേശം നൽകുന്നു. കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന, കുട്ടികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട 2 മഹത് വ്യക്തികളെയാണ് നമ്മൾ വരച്ചത്. APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായിരുന്നപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് പുതിയ തലമുറയോടൊപ്പം അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ്. കുഞ്ഞുണ്ണി മാഷും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ പുതിയ തലമുറയെ നന്മയിലേക്ക് നയിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു. ഈ 2 വ്യക്തികളെയും വരയ്ക്കുവാനും വളരെ എളുപ്പമാണ്, കുഞ്ഞുണ്ണി മാഷിനെയും അബ്ദുൽ കലാമിനെയും. നിങ്ങളും അതുപോലെ ഒന്ന് വരച്ചു നോക്കുക. വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കും. അടുത്ത ദിവസം പുതിയൊരു മുഖവുമായി നമുക്ക് വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു കളിച്ചിരുന്നേരം. നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് ഫണി വീഡിയോസ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെ ഫേവറേറ്റ് സെഗ്മെന്റ് ഫണി വീഡിയോസ്. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ കുറെ ആക്സിഡൻസ് തന്നെയാണ്. അത്രയ്ക്ക് വലിയ വലിയ മുട്ടുകളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ ആക്സിഡൻസ്. അപ്പോൾ ഈ ആക്സിഡൻസ് കണ്ടിട്ട് നമുക്ക് നോക്കാം.
ബാക്ക് ടു കളിച്ചിട്ട് നേരം. നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് ജിംഗിൾ ബെൽസ് ആണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളൊരു പുതിയൊരു ഗെയിമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, വെൽക്കം ടു കളിച്ചിട്ട് നേരം. ആരാ സംസാരിക്കുന്നേ? ഷഫ്ന എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ പള്ളം. പള്ളോ? പള്ളം അതെവിടെയാ? ചെറുതുരുത്തി കഴിഞ്ഞിട്ടാണ് പള്ളം. ഏത് ക്ലാസ്സിലാ ഷഫ്ന? 9th ലാണ്. ഏത് സ്കൂളിലാ? സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഷൊർണൂർ. ചേച്ചി ഫിലിം ഒക്കെ കാണാൻ പോയോ? കാണാൻ പോണു. പോകുന്നതേ ഉള്ളോ? ഓക്കെ, ഏത് ഫിലിമാ കാണാൻ പ്ലാൻ? മായാമോഹിനി. മായാമോഹിനി എല്ലാവർക്കും അത് തന്നെയാണല്ലേ. ഞങ്ങൾ ആ ഫിലിം കണ്ടു, നല്ല ഫിലിമാണ്, എന്തായാലും പോയി കാണണം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായിരുന്നില്ല. ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആയിരുന്നോ? ടഫ് ആയിട്ടുള്ളതോ? മാത്സ്. ഇഷ്ടമുള്ള ആക്ടർ ആരാ? ഇഷ്ടമുള്ള ആക്ടർ? ആക്ടർ പൃഥ്വിരാജ്. മമ്മൂട്ടി, മോഹൻലാൽ, അവരിൽ ആരാ ഇഷ്ടം? മമ്മൂട്ടി. മമ്മൂട്ടി. ഞങ്ങളും മമ്മൂട്ടി ഫാൻസാണ്. പിന്നെ പിന്നെ ഇഷ്ടമുള്ള ആക്ട്രസോ? കാവ്യ. കാവ്യ. ഓക്കെ. പിന്നെ ഒറ്റ മോളാണോ ചേട്ടനോ ചേച്ചി ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒറ്റ മോളാണ്. പിന്നെ 2 ബ്രദേഴ്സ് ആണ്. 2 ബ്രദേഴ്സ് ആണല്ലേ. അപ്പം അങ്ങനെ അങ്ങനെ ഓക്കെ. എന്നുവെച്ചാൽ ചേച്ചിക്കും ബ്രദേഴ്സ് ഉണ്ട്, പക്ഷെ വേറെ അനിയത്തി ആരും ഇല്ല. അപ്പൊ ഇന്നത്തെ ഗെയിം എന്താന്ന് വെച്ചാൽ ടങ് ട്വിസ്റ്റർ ആണ്. ടങ് ട്വിസ്റ്റർ. അപ്പം എന്താന്ന് വെച്ചാൽ ഇതാണ് സെന്റൻസ്. She sells in the seashore. മനസ്സിലായോ? ഇല്ലയോ? She sells seashells in the seashore. പറഞ്ഞു. Seasell in the seashore. She sells seashells in the seashore. Seasell in the seashore. 7 വട്ടം പറയണം, നിർത്താതെ ഫാസ്റ്റില്. Seasell in the seashore. Seasell in the seashore. അങ്ങനെയല്ല, she sells seashells in the seashore. Seashell 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 in the seashore. 5 ആയുള്ളൂ. Seashell seashore in the തെറ്റി. ഷീ ഷോർട്ട് എന്നായിപ്പോയി. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയും ശ്രമിച്ചില്ലേ, അതിന് എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ഷഫ്ന വിളിച്ചതിന് ഒരുപാട് താങ്ക്സ്. വീട്ടിലുള്ള എല്ലാവരോടും ചേച്ചി. അതെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് താങ്ക്സ്. ബൈ. ഇപ്പൊ വിളിച്ചത് ഷഫ്നയായിരുന്നു. ഷഫ്നയ്ക്ക് സമ്മാനം കിട്ടിയില്ല. അപ്പൊ നെക്സ്റ്റ് കോളറിന് സമ്മാനം കിട്ടുമോ നോക്കാം. ഹലോ, കളിച്ചിലേക്ക് സ്വാഗതം. ആര് സംസാരിക്കുന്നത്? ഞാൻ പ്രിയങ്ക. പ്രിയങ്ക. പ്രിയങ്ക എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ഇപ്പോൾ നാട്ടിലാണ് നിൽക്കുന്നത്. ആണോ? വീട്ടിലെവിടെയാ? വീട് കരമനയാ. കരമനയാണോ? കരമന എവിടെ? കരമനയില് ഈ കൃഷ്ണ ക്ലിനിക്കൊക്കെ സുപ്രിയൊക്കെ ഇരിക്കുന്നില്ലേ, അതിന്റെ ഓപ്പോസിറ്റ്. ഓക്കെ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ നെക്സ്റ്റ് 8th. ഏത് സ്കൂളിലാ? ഞാൻ MMRSS. ഇപ്പൊ എവിടെ? നാട് എവിടെയാ? ഇപ്പൊ പാപ്പനംകോട്ടിലാണ് നിക്കുന്നത് ഞാൻ. ഓക്കെ. അതാ അച്ഛന്റെയോ അമ്മയുടെയോ? അമ്മയുടെ വീടാണല്ലേ. ഇപ്പൊ വെക്കേഷൻ ആയിട്ട് ഫിലിം ഒക്കെ കാണാൻ പോയോ? ഇല്ലല്ലേ. ടൂർ എവിടെയെങ്കിലും പോയോ? ടൂറായിട്ട് ഗുരുവായൂരിൽ പോയി, അല്ലാതെ ഒരു സ്ഥലത്തും പോയില്ല. ഗുരുവായൂർ പോയിട്ട് ഞങ്ങൾക്കൊക്കെ വേണ്ടി ഇനി പ്രാർത്ഥിക്കണം ഇനി പോകുമ്പോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഗെയിം എന്തെന്ന് വെച്ചാൽ ടങ് ട്വിസ്റ്റർ ആണ്. അതെ. ആ സെന്റൻസ്, ഞങ്ങളുടെ സെന്റൻസ് വരും, അത് 7 വട്ടം നിർത്താതെ സ്പീഡിൽ പറയണം. ഓക്കെ, ഇതാണ് സെന്റൻസ്. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 തത്തകൾ ചെത്തുകുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 തത്തകൾ അല്ല പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ചത്തുകുത്തിയിരുന്നു. പച്ചത്തത്തകൾ ചെത്തു. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ ചെത്തുകുത്തിയിരുന്നു. 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 എന്റെ അമ്മ സമ്മതിച്ചിരിക്കുന്നു. കിടില.
കറക്റ്റ് 7 വട്ടം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻ, സമ്മാനം കിട്ടി. സമ്മാനം കിട്ടി. ഉഫ്, എന്റെ അമ്മോ, എനിക്ക് വയ്യ. നേരത്തെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലേ? അപ്പൊ എന്തായാലും വെരി ഗുഡ് കിടിലം. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് താങ്ക്സ്. അതെ ചേച്ചി, ഇനിയും വിളിക്കണം. ഓക്കെ, അപ്പൊ പ്രിയങ്ക, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. ഇപ്പൊ വിളിച്ചത് പ്രിയങ്ക ആയിരുന്നു. പ്രിയങ്കയ്ക്ക് സമ്മാനം കിട്ടി. ഊഫ്, സമ്മതിക്കണം, ടങ് ട്വിസ്റ്റർ തെറ്റാതെ 7 തവണ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതോടെ നെക്സ്റ്റ് കോളറിന് സമ്മാനം കിട്ടുമോ നോക്കാം. ഹലോ, കളജിയുടെ നേരത്തിലേക്ക് സ്വാഗതം. ആര് സംസാരിക്കുന്നത്? ഹലോ, ഞാൻ റീജയാണ്. റീജ. റീജ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +2 +2 ചേച്ചി എവിടുന്നാ വിളിക്കുന്നത്? ഒറ്റപ്പാലം. ഒറ്റപ്പാലം. ഏത് സ്കൂളിലാ? കോളേജ്, കോപ്പറേറ്റീവ് കോളേജ്. കോളേജ് ആയല്ലേ? എങ്ങനെയുണ്ട് കോളേജ്? കിടിലാണോ? ഓ, അടിപൊളി. അടിപൊളി അല്ലേ? സ്കൂളാണോ കോളേജാണോ ഇഷ്ടപ്പെട്ടെ? കോളേജ്. കോളേജ്. സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ കോളേജില്? ഉണ്ട്. അല്ലേ? ഓക്കെ ചേച്ചി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? വിഷോ? നന്നായിരുന്നു. ചേച്ചിക്കോ? എന്താണ്? ഇപ്പൊ കോളേജ് ഉണ്ടോ? ഇല്ല, ഇപ്പൊ ലീവാണ്. എക്സാം. ഓക്കെ. എക്സാം എല്ലാം പഠിച്ചോ? പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഏതാ സബ്ജക്ട് ഫസ്റ്റ്? കൊമേഴ്സ്. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും ഒക്കെ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതണം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ ഗെയിം എന്താന്ന് വെച്ചാ ടങ് ട്വിസ്റ്റർ ആണ്. എന്താണ്? ടങ് ട്വിസ്റ്റർ മനസ്സിലായില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു സെന്റൻസ് തരും, അത് 7 വട്ടം നിർത്താതെ പറയണം. സെന്റൻസ് ഇതാണ്: ആന അലറലോട് അലറൽ. ഓക്കെ, അത് എത്ര പ്രാവശ്യം പറയുന്നത്? 7 പ്രാവശ്യം. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ആന അലറലോ അല്ലല്ല, ഒന്നും കൂടി ശ്രമിച്ചോക്ക്. അത് അലറലോട് അലറൽ. 5 പ്രാവശ്യം പറഞ്ഞാൽ ആന അലറലോട് അലറൽ. അയ്യോ, ആന അലറലോട് അലറൽ. അങ്ങനെയല്ല, ആന അലറലോട് അലറൽ, ആന അലറലോട് അലറൽ. അങ്ങനെ 7 വട്ടം പറയണം. സോറി, 5 വട്ടം. അത് പറ്റും തോന്നുന്നില്ല. ശ്രമിച്ചു നോക്കൂ. വൈ ദിസ് കൊല്ലം റെഡി? ശ്രമിച്ചു നോക്കൂ. അതെ, ആന അലറലോട് അലറൽ. ശ്രമിച്ചു നോക്കിയാൽ കിട്ടാത്തതൊന്നുമില്ല. അതെ, ശരിയാ. പറയാൻ നോക്കാം. പെട്ടെന്ന്. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. അറലല്ലേ? ആന അലറലോട് അലറൽ. സമ്മതിച്ചിരിക്കുന്നു. പറ്റൂല. ചേച്ചി ശ്രമിച്ചാൽ കിട്ടും. വെള്ളത്തിലാലേ? അയ്യേ, നാണക്കേട്. ഫ്രണ്ട്സ് ഒക്കെ കാണുന്നുണ്ടാവും. പെട്ടെന്ന്. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. മിടുക്കി. ആന അലറോ മിടുക്കി എന്ന് പറഞ്ഞത് നശിപ്പിച്ച്. ലാസ്റ്റ് ചാൻസ് ആണ്. ഇത് തിരിച്ചാ ഞാൻ വേണ്ടൂല. ഒന്നും കൂടി. ആന അലറലോട് അലറല്ലേ? ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. അലറലോട് അലറൽ. ഇനി മതി. എന്തായാലും 5 തവണ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്തായാലും വെരി ഗുഡ്. ഇനി ഞാൻ മിണ്ടാമേ. നല്ല ചേച്ചി. അപ്പൊ എന്തായാലും ചേച്ചിക്ക് സമ്മാനം കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ ഇനി വിളിക്കണം. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതണം. ഓക്കെ, താങ്ക് യു. ഓക്കെ ചേച്ചി, അപ്പൊ വിളിച്ചത് താങ്ക്സ്. ബൈ. ഇപ്പൊ വിളിച്ചത് റീജ ചേച്ചിയാണ്. റീജ ചേച്ചിക്ക് സമ്മാനം കിട്ടി. ഇന്ന് വിളിച്ച 2 കോളേജിന് സമ്മാനം കിട്ടി. നമ്മൾ നല്ല സന്തോഷത്തിലാണ്. അപ്പൊ ഇവിടെ ജിങ്കിൾ വിളിച്ച് ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രോഗ്രാംസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതേപോലെ നല്ല പ്രോഗ്രാംസ് വേണ്ടി നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Naina, and Nandana signing off.